പ്രിയ സഹോദരങ്ങളെ, ഞങ്ങൾ നിൽക്കുന്നത് കുണ്ടുപള്ളിശ്ശേരി സെൻറ്റ് സുബാൽസ് ചർച്ച് പള്ളിയുടെ മുമ്പിലും ഇടവക അംഗങ്ങളിൽ നിൽക്കുന്നത്. അങ്കമാലി എറണാകുളം അതിരൂപതയിലെ മൂഴിക്കുളം പറയപ്പെട്ട സെൻറ്റ് സുബാൽസ് ചർച്ച് കുണ്ടുപള്ളിശ്ശേരി. ഏതാനും ദിവസങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ വൃത്തികെട്ട കുറേ എണ്ണങ്ങളെ ഞങ്ങൾ കോടതിയിൽ കയറ്റുകയും മനസ്സവാദ കർമ്മം അറിയാത്ത കാര്യത്തിന് ഞങ്ങൾ കോടതി കയറ്റുകയും കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടാവുകയും ചെയ്തു. അഭിവന്ന പിതാവിൻ്റെ കൽപ്പനയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കോടതി കയറ്റി അതിൻ്റെ കൽപ്പന മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഒരു സിസ്റ്ററുടെ ജൂബിലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഒരുപാട് വേദന സൃഷ്ടിക്കപ്പെടുന്ന കുറേ എണ്ണങ്ങൾക്ക് ഞങ്ങൾ 6-7 ആൾ ഒളിവിൽ പോകേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. കാരണം കോടതിയുടെ ഉത്തരവ് പ്രകാരം നിങ്ങൾ നിൽക്കരുതെന്ന് പറഞ്ഞുകൊണ്ട്. അതും പ്രകാരം ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരിച്ചനുണ്ടായിരുന്നു ഇവിടെ. അദ്ദേഹം പഠനത്തിൻ്റെ ഭാഗമായിട്ട് ബാംഗ്ലൂർ പോയിരിക്കണം. പകരം ഞങ്ങൾക്കൊരു അച്ഛനെ വെച്ചിട്ട് ഡെന്നിച്ചനാണ് വെച്ചിരിക്കുന്നത്. അദ്ദേഹമാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വളരെ തീക്ഷ്ണമായി അനുഭവിക്കുന്നത് പോലീസ് തുടർന്ന് കുർബാന മധ്യത്തിലേക്ക് വന്നതിന് ഞങ്ങൾക്ക് നോട്ടീസ് വന്നു പോയതും പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ സത്യം മനസ്സിലാക്കി വന്നു കഴിഞ്ഞപ്പോൾ യഥാർത്ഥ സത്യം ഇതല്ലെന്നും ഇതിനകത്ത് കള്ളങ്ങളുണ്ടെന്നും മനസ്സിലായി. അതുപ്രകാരം ഞങ്ങളുടെ അഭിമന്യ പ്ലാപ്പാനി പിതാവ് അദ്ദേഹം മനസ്സവാച കർമ്മം അറിയാത്ത കാര്യം, അതായത് കോടതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നോട്ടീസ് ഉണ്ടെന്ന് പറഞ്ഞ് കൊടുത്തു. അത് പിന്നീട് തെളിയിക്കപ്പെടേണ്ടി വന്നു. തെളിഞ്ഞ് കിട്ടി അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടില്ലെന്നും സ്ഥലം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വാക്കുമൂലം സമാധാനപരമായി ഉണ്ടായതും വളരെ സത്യമായ കാര്യമാണ്. ഇന്നലെ ദേവാലയത്തിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങൾ ദേവാലയം അടച്ചിടേണ്ട ഗതികേട് വന്നു. ദേവാലയത്തിൻ്റെ ഫ്രണ്ടിൽ ഗേറ്റ് അടച്ചിടേണ്ടി വന്നു. ഈ നിൽക്കുന്ന ഇടവക ജനങ്ങളെല്ലാം തന്നെ ഇതിൽ പരമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 3 കുർബാനയുള്ളതിൻ്റെ പേരിൽ ആദ്യത്തെ കുർബാനയ്ക്ക് വന്നിരിക്കുന്ന കുറച്ച് ആൾക്കാർ വന്നിട്ടുള്ളൂ. കുറച്ച് ആൾക്കാർ പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് യഥാർത്ഥ ഒരു സിസ്റ്ററുടെ ഒരു ജൂബിലിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളിത് സ്വന്തം അപ്പൻ അത് വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് ആ പാവം സിസ്റ്ററുടെ ജൂബിലി കല്ലത്തായി കളഞ്ഞു. അത് പോലീസുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ സാന്നിധ്യത്തില്ല വളരെയേറെ കാര്യങ്ങൾ നടന്നത്. ഞങ്ങൾക്ക് പോലീസിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഹൈക്കോടതിയിൽ നിന്ന് ഉള്ള വിധിയുടെ പ്രകാരം ഞങ്ങൾ 7 ആൾ, പേരൊന്നും പറയാനില്ല, ഞങ്ങൾ 7 ആൾ നോട്ടീസ് വന്നു. ബഹുമാനപ്പെട്ട വികാരിച്ചനുൾപ്പെടെ ഞങ്ങളെല്ലാവരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കരുത്, നിങ്ങൾ വന്നാൽ നിയമമനുസരിച്ച് പോലീസ് ചെയ്യുന്നത് പോലീസ് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ അംഗീകരിക്കുകയും ചെയ്തു. ഞങ്ങൾ ആരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നിട്ടില്ല ഇന്നലെ. എന്നാലും സമാധാനപരമായിട്ട് പോലീസിൻ്റെ നല്ല ഇടപെടലും സമാധാനപരമായിട്ടുള്ള ഇടപെടലോടുകൂടി ഇവിടെ ഒരു മറ്റു തരത്തിലുള്ള അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കാൻ ഇടവരുത്താത്ത വിധത്തിൽ സമാധാനപൂർണ്ണമായിട്ട് എല്ലാവരും പിരിഞ്ഞു പോവുകയും ബലിയർപ്പിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടിരുന്ന ആൻ്റണി മാങ്കുരച്ചൻ വന്നു. അദ്ദേഹം ഇങ്ങോട്ട് കയറിയില്ല, അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ സമാധാനപര അന്തരീക്ഷമാണ് ഇവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത്. അതിനാൽ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുണ്ട്. ഒരു ഒച്ചപ്പാടോ ബഹളോ കൂടാതെ നടന്നു. അതിന് ഇപ്പം ഞങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഞങ്ങളുടെ ഡെന്നച്ചനാണ്. ഞങ്ങളുടെ സ്ഥലം വികാരിച്ചൻ ഇവിടെ ഇല്ല, അദ്ദേഹം പഠനത്തിൻ്റെ ഭാഗമായിട്ട് ബാംഗ്ലൂർ പോയേക്കാണ്. ഞങ്ങൾക്കൊരു വെറുപ്പും ഉദ്ദേശം ആരോടും ഇല്ല. പക്ഷേ ഞങ്ങളെ വെറുപ്പിച്ചവരും വേദനിപ്പിച്ചവരെയും അവർ വിവരങ്ങൾ അറിയും എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് കൈക്കാരൻ തന്നെ. ഞങ്ങൾ കൈക്കാരൻ പോളി, ഞാനാണ് കൈക്കാരൻ. ഞങ്ങൾ നിൽക്കുന്ന ഇടവകാംഗങ്ങളുണ്ട്. ഇവരുടെ പിന്തുണയോട് ഞങ്ങൾ നിൽക്കുന്നതും. അല്ലെങ്കിൽ ഞങ്ങൾ കൈക്കാരന്മാർ മാത്രം വിചാരിച്ച ഒരു കാര്യം നടക്കില്ല. അപ്പോൾ അങ്ങനെ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ പിറകിലൊക്കെ ഒരുപാട് അച്ഛന്മാരുടെ കൈകളും വേറെ ഉണ്ടായിരുന്നു. ഇത് സത്യമല്ലാത്ത കാര്യം സത്യമായി വരുത്തി തീർക്കാൻ വേണ്ടി ആരും പേരൊന്നും ഇപ്പോൾ ഇവിടെ പറയാനില്ല. അതൊന്നും വേണ്ട, ദൈവം അവർക്ക് അതിൻ്റെ പ്രതിഫലം കൊടുക്കട്ടെ. ഇത്ര മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങൾ മൂഴിക്കുളം പള്ളിയുടെ കീഴിൽ പള്ളിയുടെ കീഴിലുള്ള കുന്നുപള്ളിശ്ശേരി സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ ഉള്ള ഇടവക അംഗമാണ് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ വരാറുണ്ട്. ഞങ്ങൾ കുറച്ച് ആളുകളായി ഒരു ജനാഭിമുഖ കുർബാനയും സിനഡ് കുർബാനയായിട്ടുള്ള തർക്കത്തിൽ പള്ളിയിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്. അപ്പോൾ ഞങ്ങൾക്കതിൽ ഭയങ്കര വിഷമമുണ്ട്. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് വളരെയേറെ വിഷമത്തോടു കൂടി ഉണ്ടാക്കിയൊരു ദേവാലയമാണ്. അധികം ഇടവക്കാരൊന്നും ഇല്ല ഇവിടെ. ഇപ്പോൾ 3 കുർബാനയുണ്ട്. ഒരു സിസ്റ്ററിൻ്റെ ജൂബിലി ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇതിവിടെ നടന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. നല്ല സിസ്റ്ററാണ്, നല്ല വിശ്വാസമുള്ള, നല്ല ഒരു ധ്യാനഗുരുവുള്ള സിസ്റ്ററാണ്. ഇടവക അംഗങ്ങളെല്ലാവരും കൂടി ഒത്തൊരുമയോടെ ചെയ്യേണ്ട കാര്യമാണ്. അത് കുറച്ച് പേര് മാത്രമായിട്ട് നടത്താനും ഇവിടെ പിതാവ് അറിയാതെ ഇവിടെ നടത്താനുള്ള തീരുമാനം ഉണ്ടായി. ആ തീരുമാനത്തിന് ആരും അംഗീകരിച്ചില്ല. അപ്പോൾ ഇന്നലെ എന്നിട്ട് പോലീസിൻ്റെ അകമ്പടിയോടുകൂടി പിതാവിൻ്റെ അനുവാദത്തോടെയാണ് നടത്തണതെന്ന് പറയണത്. എല്ലാ വീടുകളിലും ലെറ്റർ കൊടുക്കുകയൊക്കെ ചെയ്ത് പിതാവ് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പിതാവിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ ഇവിടെ സമാധാനപരമായിട്ട് പോയി. ഇപ്പോൾ അവർ വീണ്ടും ഓരോ ചാനലുകളിൽ ഇടണ്ട്, അച്ഛനെ വിളിച്ചോടിപ്പോയി, അച്ഛനോടെ ഇല്ല, അരമനയിൽ അറിവില്ല എന്നൊക്കെ പറഞ്ഞ് ഇടണ്ട്. അച്ഛനിവിടെ ഇടവകയിൽ അറിയിച്ചിട്ട് വേറെ അച്ഛനെ നിയോഗിച്ചിട്ടാണ് പോയത്. എല്ലാ വിവരവും ഇടവകയിൽ പറഞ്ഞിട്ടാണ് പോയത്.
അല്ലാതെ ഒളിച്ചോടിയൊന്നും പോയിട്ടില്ല. അവരിപ്പോൾ വേറെ ചാനലുകളിലൂടെ മൊബൈലിലൊക്കെ വന്നിട്ടുണ്ട് അച്ഛൻ ഒളിച്ചോടി പോയി എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ വെറും തെറ്റാണ്. ഈ ഇടവകയിൽ എല്ലാവരെയും അറിയിച്ചിട്ടാണ് പോയേക്കണത്. എനിക്ക് പറയാനുള്ളൂ. ചേട്ടൻ്റെ മകളുടെ ജൂബിലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഇവിടെ നടന്നത്. ഞങ്ങളുടെ ഇപ്പോൾ ഒളിച്ചോടി പോയെന്ന് വികാരിച്ചൻ ഒളിച്ചോടി പോയെന്ന അവസരത്തിൽ അവർ പറഞ്ഞുണ്ടാക്കുന്നത് ആ അച്ഛനുള്ള അവസരത്തിലാണ് പുള്ളിക്ക് ജോയിച്ചേട്ടന് ഇതുപോലെ മകളുടെ ജൂബിലി ഏകീകൃത കുർബാന അർപ്പിച്ച് നടത്തണമെന്നുള്ള രീതിയിൽ അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അത് നടക്കില്ല ചേട്ടാ, കാരണം ഞായറാഴ്ച ദിവസങ്ങളിൽ സിനർ കുർബാനയുണ്ട്, അതിൻ്റെ മധ്യത്തിൽ നടക്കാനേ പറ്റുള്ളൂ. കാരണം ഇവിടെ നമ്മൾ തീരുമാനിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ഒരാൾക്ക് വ്യക്തിപരമായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റില്ലെന്ന് പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞുള്ള കാര്യമാണ്. അപ്പോൾ അത് ഇടവക്കാർക്ക് എല്ലാം അത്യാവശ്യം അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലാണ് ജോയിച്ചേട്ടൻ നമ്മുടെ കൂരിയുമായി ബന്ധപ്പെട്ട് ജോഷി പുതുവയുടെ ഒരു ഉത്തരവ് കൊണ്ടുവന്നത്. അങ്ങനെ ഫാദർ ജോഷി പുതുവ ഒപ്പിട്ട ഒരു ഉത്തരവായിട്ടാണ് വന്നത്. അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത് അങ്ങനെയാണ്, ഇങ്ങനെ ഇന്ന ദിവസം ഈ സിനർ കുർബാന അർപ്പിച്ച് ജൂബിലി നടത്തണമെന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ട് ഞങ്ങൾ അച്ഛനായിട്ട് ആലോചിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് ഇങ്ങനൊരു വിഷയം ഉണ്ടാകുമ്പോൾ ഈ ഇടവകയിൽ അങ്ങനെ ഒരു കുർബാന അർപ്പിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് സാധാരണ ചോദിക്കാറെന്ന് പറഞ്ഞു. കാരണം ഈ സോണിയച്ചൻ എന്ന് പറഞ്ഞ ആൾ ഇതിക്ക് പിന്നെ കൂരയിൽ അംഗമായിരുന്നു. അപ്പോൾ പുള്ളിക്കറിയാം അതിൻ്റെ കുറേ കാര്യങ്ങൾ. കാരണം ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ സ്വാഭാവികമായിട്ടത് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അത് കാരണം ആ ഇടവകയിൽ വിഷയം ഉണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് അച്ഛൻ അറിയാവുന്നതുകൊണ്ടാണ് അച്ഛൻ. അപ്പോൾ അച്ഛനോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നോട് ഇതുവരെ ഒരു വാക്ക് ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, പിന്നെ എന്താണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ അതിനെതിരായിട്ട് ഒരു കൊടുത്തു. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ നടത്തി കഴിഞ്ഞാൽ ഇടവകയിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതൊന്നും മാറ്റിത്തരാൻ നന്നായിരിക്കുമെന്നും പറഞ്ഞ് കൊടുത്തെങ്കിലും അത് നടക്കാത്ത രീതിയിലാണ് പോയത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും അച്ഛനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവസാനം നമ്മുടെ 5-ാം തീയതി നമ്മുടെ വൈദികരുടെ സമിതി ചേർന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. കാരണം അതിനകത്തൊരു തീരുമാനം കിട്ടുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. അപ്പോൾ 6-ാം തീയതി പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറയാമെന്ന് പറഞ്ഞിട്ട് ആൾക്ക് മനസ്സിലാവില്ല. അച്ഛൻ എഴുതി ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിൽ അത് ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഞാനൊരു കാരണവശാലും ഒപ്പിട്ട് തരില്ല, എങ്ങനെയാണ് തീരുമാനം. ഞാൻ പലപ്പോഴും ആ രീതിയിൽ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിക്ക് മുന്നുള്ള ഞായറാഴ്ച ഇതുപോലെ കുർബാന കഴിഞ്ഞപ്പോൾ തന്നെ ജോയിച്ചേട്ടനും ഭാര്യയും വന്ന് അച്ഛൻ്റെ റൂമിൽ കയറിയിരിക്കുകയും ഞങ്ങൾക്കിത് ഒപ്പിട്ട് തരാണ്ട് പോകില്ലെന്ന് പറഞ്ഞ് അവസാനം പോലീസിനെ വിളിക്കേണ്ട അവസരം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പോലീസ് വിളിച്ച് വന്നതാണ് അവരെ ഇറക്കി വിട്ടത്. 6-ാം തീയതി മറുപടി കിട്ടിയില്ലെങ്കിൽ വന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു അവർ മറുപടി വന്നില്ലെങ്കിൽ ഞാൻ മറുപടി തരാം, എന്നല്ലെങ്കിൽ ഇയാൾ കേസിന് പോക്കോ അല്ലെങ്കിൽ കോടതി പോക്കോ എന്ന് പറഞ്ഞു വിട്ടു. പറഞ്ഞിട്ട അവസരത്തിൽ അത് പോയി. പിന്നെ ഞങ്ങളത് ഇടവക പാരിഷ് കൗൺസിൽ ആലോചിച്ചിട്ട് ഞങ്ങൾ തീരുമാനമെടുത്ത് ഒരു കാരണവശാലും അയക്കേണ്ടയിടത്ത് ഇതിലാണ് ഒരു കാരണവശാലും നടത്തി കൊടുക്കേണ്ട കാര്യമില്ലാന്ന്. കാരണം ഒരാൾക്ക് നടത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ പിന്നാലെ ആൾ വരും. കാരണം ഇതിക്ക് പിന്നെ ഒരാൾ വന്ന് ചോദിച്ചിട്ട് നമ്മൾ ചെയ്യാതിരുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ സംഭവിക്കാത്തത്. കാരണം ഇത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം കൂടി ആയതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. അങ്ങനെ പോയി. ഞങ്ങൾക്ക് പിന്നെ അത് തീർന്നു പോയോ ഇല്ലയോ നമുക്ക് അറിയാൻ വേണ്ടായില്ല. പിന്നെ ഒരു അവസരത്തിലാണ് ഞങ്ങളറിയുന്നത് ഞങ്ങൾക്കെതിരെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തെന്നുള്ള കാര്യം. ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. 2 കൈക്കാരന്മാർ, വൈസ് ചെയർമാൻ, ഇടവകയിലെ 3 പ്രതിനിധികളാണ് അതിനകത്ത് പെട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് വക്കീൽ നോട്ടീസ് വന്നു. ഇന്ന ദിവസം 28-ാം തീയതി 26-ാം തീയതി ഹൈക്കോടതിയിൽ ഹാജരാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വക്കീൽ നോട്ടീസ് വന്നു. നമുക്ക് പിന്നെ പള്ളിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതിന് ഭയങ്കര പ്രശ്നമുണ്ടെങ്കിലും പല കേസുകളും ഇതിന് നടന്നു പോയിട്ടുണ്ട്. കാരണം ഒരുപാട് വിഷമസന്ധികളോട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വക്കീലിനെ വെച്ച് വാദിച്ചു. കാര്യങ്ങൾ ഞങ്ങൾക്ക് വക്കീലിനെ ബോധ്യപ്പെടുത്തി ഇന്നതാണ് കാര്യങ്ങൾ. എല്ലാ പേപ്പറുകളും തന്നത് ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തിട്ട് ഞങ്ങളിപ്പോൾ 26-ാം തീയതി കേസിന് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ല. അന്നെന്ത് അസൗകര്യം ഉണ്ടെന്ന് കോടതിയിൽ. 7-ാം തീയതി രാവിലെ തന്നെ ഏകദേശം കേസ് വിളിക്കുമെന്ന് ഞങ്ങൾ അറിഞ്ഞു. ഉച്ചയോടുകൂടി ഞങ്ങൾ അറിഞ്ഞത് കുർബാന നടത്തി കൊടുക്കാൻ വേണ്ടിയാണ് വിധി വന്നെന്ന് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് കാര്യത്തിൽ വിഷമമുണ്ടായിരുന്നു. കാരണം കോടതി വിധി ഞങ്ങൾ മാനിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ പലരും ഞങ്ങളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കോടതി വിധി, ഹൈക്കോടതി വിധി, ഏത് കോടതി വിധിയായാലും അതാണെന്നുണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കും. കാരണം നമ്മൾ കോടതി വിധിക്ക് എതിർന്നിട്ട് കാര്യമില്ല. കാരണം ഇവിടെ വേറെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കാര്യമില്ല. ഞങ്ങൾ കൊച്ചിടവകയാണ്. വലിയ ഇടവകയാണെങ്കിൽ പല രീതിയിലുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ വന്നാണ്. കൊച്ചിടവക്കാർ നമുക്ക് പിന്നെ ഈ പരസ്പരം കാണുന്ന ആൾക്കാരിന് ഒച്ചയും പോലുണ്ടാക്കി നടത്തിയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വൈകിട്ടോടത്തോടു കൂടി അറിയണതാണ് ഈ കോടതി വിധിയിലെ ഒരു സംഭവം പ്രത്യേകിച്ച് എഴുതി ചേർത്തിട്ടുണ്ട്. നമ്മുടെ പാമ്പളാനി പിതാവിൻ്റെ ഒപ്പോട് കൂടി അല്ലാതെ ഇത് അറിയിപ്പ് കിട്ടാതെ ഇത് നടത്തേണ്ടെന്നുള്ളതെന്നൊരു കാരണം അവർ ചിലപ്പോൾ കോടതിയിൽ വായിച്ചപ്പോൾ ഒരു പക്ഷേ ജഡ്ജിക്കാണ് തോന്നിക്കാണും ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ അത് ദൈവത്തിൻ്റെ കയ്യൊപ്പാന്ന് ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ചിന്തകൾ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ട് പിതാവായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ എത്തിയിട്ട് അപ്പോൾ
ഞങ്ങൾ ഇന്നലെ തടയാൻ വേണ്ടി നിന്നതല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. തടയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിതാവിൻ്റെ ഒപ്പ് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തടയേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ആരും തടയാനില്ല, എല്ലാവരും മാറി നിൽക്കാറുന്നു. പോലീസുകാരന് ആ കാര്യങ്ങൾ ഏറ്റെടുത്തിരുന്നു. കാരണം പോലീസുകാർക്ക് പ്രത്യേക അറിയിപ്പ് മേളിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു ഒപ്പ് സംഭവം നിങ്ങൾക്ക് കടലാസ് കിട്ടിയാൽ നിങ്ങൾ അനുവദിച്ച് കൊടുത്തു. കാരണം പിന്നെ ആരും തടയുന്നില്ല. കാരണം നമുക്ക് ഹൈക്കോടതിനെ തടഞ്ഞിട്ട് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കാനോ കോടതി കയറാനോ ഞങ്ങൾക്കൊരു താല്പര്യമില്ല. ആ രീതിയിലും കാര്യങ്ങൾ പോയത്. അപ്പോൾ അവർക്ക് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് കൊടുക്കാൻ പറ്റിയില്ല. കൊടുക്കാൻ പറ്റാത്തോളം കാലം പോലീസുകാർ തന്നെ അത് കൈകാര്യം ചെയ്തു. അവസാനം എല്ലാവരും പിരിഞ്ഞു പോയി, സമാധാനം തിരിച്ചു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക്, ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും, ഞങ്ങളുടെ ഡെന്നച്ചന്, പ്ലാപ്പാനി പിതാവിന് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്ന അവസരത്തിൽ. അല്ലാണ്ട് ഈ ഇടവകയുടെ ഒരു മനുഷ്യമായിട്ട് മോശമായി ചിത്രീകരിക്കാനോ ഒന്നിനും ഞങ്ങൾ തുനിയുന്നില്ല. കാരണം ഞങ്ങൾ ശരിക്കും ഉറങ്ങിയിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിവസങ്ങളായി. കാരണം ഒന്ന് കഴിയുമ്പോൾ വേറൊന്നാണ് ഈ ഇടവകയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പല രീതിയിലും പലരും മോശക്കാരായിട്ട് ഞങ്ങൾ ചിത്രീകരിച്ചു. പക്ഷേ ഒരു പ്രാവശ്യം പോലും ഞങ്ങൾക്ക് പല പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ വേറൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ല. ഇപ്പോൾ ഓരോന്നോരോന്നും ചെയ്ത് ഞങ്ങൾക്കിപ്പോൾ ഒരു മാനസിക ബലം കിട്ടി. ഇപ്പോൾ പലരും ചോദിക്കും, നിങ്ങൾ എന്തിനാ ഇതിന് വേണ്ടി നിൽക്കുന്നത്, ഇടവയ്ക്ക് വേണ്ടി നിൽക്കുന്നത്, കൈക്കാരമായിട്ട് നിൽക്കുന്നത്, നിങ്ങൾക്ക് മാറിപ്പോകാൻ വളരെ ചോദിക്കുന്നത്. കാരണം ഇങ്ങനെ ഏത് നല്ല രീതിയിൽ കാര്യം ചെയ്താലും നമ്മളെ കൊത്തി ചോദിക്കാനും ഇടവകാരെ ഭിന്നിപ്പിക്കാനും ഒരുപാട് പേര് വീണ്ടും ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള സംശയം ഞങ്ങൾ ജനിക്കുന്നുണ്ട്. ഇതാണ് മെയിൻ കാര്യം. ഇത്ര കാര്യങ്ങൾ സംഭവിച്ചുള്ളൂ. അല്ലാണ്ട് ഇനി വികാരച്ചൻ ഓടിപ്പോയെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളോട് ആലോചിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഒരു പുതിയ അച്ഛനെ ഡെന്നച്ചനെ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അല്ലാണ്ട് ഓടിപ്പോയതെന്നല്ല. കാരണം ഇങ്ങനൊരു ഈ ഹൈക്കോടതി കേസിൽ പോകുന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. അങ്ങനെ അറിഞ്ഞായിരുന്നെങ്കിൽ ഒരു കാലത്തിന് ഞങ്ങൾ അച്ഛനെ വരില്ലായിരുന്നു. കാരണം അച്ഛനുണ്ടാകുന്ന ഞങ്ങൾക്ക് ഇതിന് സ്വാഭാവികമായിട്ട് പിടിച്ച് കിട്ടും. കാരണം വികാരച്ചനാകുമ്പോൾ നമുക്കൊരു ഇതുണ്ട്. പക്ഷേ അതിന് നന്നായിട്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് ഡെന്നച്ചൻ തന്നെയാണ്. സുബോധനയുടെ ഡയറക്ടറാണ് ഡെന്നച്ചൻ. ഞങ്ങൾക്ക് ഇത്രയേ പറയാവുന്നുള്ളൂ. എല്ലാവർക്കും പ്രത്യേകം നന്ദി. കാരണം ഞാൻ ആരായിട്ടും മോശമായി ചെയ്യുന്ന വികാരച്ചൻ ഈ ഏതാനും ദിവസത്തിനുള്ളിൽ ഇവിടെ വരും. അദ്ദേഹം പഠനത്തിൻ്റെ ഭാഗമായിട്ട് പോയിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇവിടെ ഒളിച്ചോടിപ്പോക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെയല്ല. യാതൊരു സംശയം വേണ്ട. അങ്ങനെ സംശയിക്കുന്നവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ അച്ഛൻ ഏതാനും ദിവസത്തിനുള്ളിൽ ഇവിടെ വരെത്തുകയും ചെയ്യും. യാതൊരു സംശയമില്ല.